നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലിരാമൻ കഥയാണ്. തെനാലിരാമൻ കഥ വളരെ രസകരമാണ്. പൂച്ചയുമായി ബന്ധപ്പെട്ട തെനാലിരാമൻ്റെ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയുന്നത്. ആ കഥ ഇപ്രകാരമാണ്. തെനാലിരാമൻ്റെ വീട്ടിൽ കുറേ എലികൾ താമസമുറപ്പിച്ചു. അവ പലതും കടിച്ചു മുറിച്ചു. കൂട്ടത്തിൽ തെനാലിരാമൻ്റെ ഭാര്യയുടെ വില കൂടിയ ഒരു പട്ടുവസ്ത്രവും. ആ ദമ്പതികൾക്ക് എലികളോട് കലി കയറി. രണ്ടുപേരും കൂടി വടിയെടുത്ത് എലികളെ തല്ലിക്കൊല്ലാൻ നോക്കി. ഒന്നാമത് എലികളെ കണ്ടുകിട്ടാൻ പ്രയാസം. രണ്ടാമത് കണ്ടുകിട്ടിയാലും അവയെ തല്ലിക്കൊല്ലാൻ വളരെ വിഷമം. എന്നാൽ ഇനി ഒരു പൂച്ചയെ വളർത്തുക തന്നെ. അങ്ങനെ വീണ്ടും ഒരു പൂച്ച തെനാലിരാമൻ്റെ വീട്ടിൽ താമസമാക്കി. അങ്ങനെ താമസക്കാരനായി വന്ന പൂച്ച പതുക്കെ എലികളെ പിടിച്ചു തുടങ്ങി. രാമനും ഭാര്യയ്ക്കും കിട്ടാത്ത എലികൾ ആ പൂച്ചയ്ക്ക് കിട്ടി. അങ്ങനെ എലികളുടെ ശല്യമില്ലാതെയായി. അതിൽ തെനാലിരാമനും ഭാര്യയ്ക്കും വലിയ സന്തോഷമായി. പക്ഷേ പിന്നീടൊരു കുഴപ്പമുണ്ടായി. വീട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല ആ പൂച്ചയ്ക്ക്. ആ പൂച്ച മിക്കപ്പോഴും സ്വൈര്യസഞ്ചാരത്തിന് ഇറങ്ങാറുണ്ട്. അടുത്തുള്ളത് ഒരു പ്രഭുഗ്രഹമാണ്. ആ വീട്ടിൽ ദിവസവും സന്ദർശിക്കാൻ ഈ പൂച്ച പോകും. ആ പ്രഭുവിൻ്റെ വീട്ടിൽ ഒരു കിളിയെ വളർത്തുന്നുണ്ട്. കിളിയെ പിടിച്ചു തിന്നാനാണ് പൂച്ചയുടെ ശ്രമം. ഒരു നാൾ ശ്രമം ഫലിക്കുകയും ചെയ്തു. പ്രഭുവിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമായി. തൻ്റെ ഓമനക്കിളിയെ അയൽ വീട്ടിലെ പൂച്ച കൊന്നിരിക്കുന്നു. ആ പൂച്ചയെ പിടിച്ചു കൊല്ലണം. അതിനായി പ്രഭുവിൻ്റെ ഭാര്യ ശാഠ്യം തുടങ്ങി. പ്രഭു രാമൻ്റെ പൂച്ചയെ പിടികൂടി. അതിനെ തല്ലിക്കൊല്ലാനായി അദ്ദേഹത്തിൻ്റെ ഭാവം. അതറിഞ്ഞ് അയൽവക്കക്കാരനായ തെനാലിരാമൻ അവിടെ ഓടിയെത്തി. പ്രഭു, ദേവിജതൻ്റെ പൂച്ചയെ കൊല്ലരുത്. അത് തെറ്റാണ് ചെയ്തത്. സമ്മതിച്ചു. അവിടുന്ന് ആ തെറ്റ് ക്ഷമിച്ച് എൻ്റെ പൂച്ചയെ എനിക്ക് തരണം. എൻ്റെ വീട്ടിൽ എലികളുടെ ശല്യം കൂടുതലായിരുന്നു. ഈ പൂച്ച കാരണം ശല്യമില്ലാതെയായി. ഇവനില്ലെങ്കിൽ ആ ശല്യം വീണ്ടും ഉണ്ടാകും. തെനാലിരാമൻ വളരെ വിനീതമായി ആ പ്രഭുവിനോട് പറഞ്ഞു. രാമൻ്റെ അപേക്ഷ സ്വീകരിക്കുവാൻ പ്രഭു തയ്യാറായില്ല. സ്നേഹിത, വാസ്തവത്തിൽ എലികളെ പിടിക്കാൻ പൂച്ചയൊന്നും വേണ്ട. പൂച്ചയില്ലാതെ എലികളെ കൊല്ലാൻ എനിക്കറിയാം. നിങ്ങളും ആ വിദ്യ പഠിക്കുന്നത് നന്നായിരിക്കും. പ്രഭു രാമനോട് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം രാമൻ്റെ പൂച്ചയെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ഒന്നും പറയാതെ വിഷമത്തോടെ തെനാലിരാമൻ